ഗോൾഡി ആ കല്ല് അതിന്റെ ചുണ്ടുകൊണ്ട് വായിലെടുത്ത് പിന്നെ അത് വിഴുങ്ങുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം അതിന്റെ ചിരിയും നിന്നു. ശ്വാസം വിടാൻ പറ്റാതെയായി. എനിക്കെന്താ സംഭവിക്കുന്നത്? ഗോൾഡി, ഏത് കല്ലാണോ മാന്ത്രിക കല്ലെന്ന് വിഴുങ്ങിയത് അത് സാധാരണ കല്ല. അത് കേട്ട് മിട്ടു ആശ്ചര്യത്തോടെ ചുൻമുന്നിനെ നോക്കി. നീ പറഞ്ഞതുകൊണ്ട് കല്ല് മോഷ്ടിച്ചത് സത്യമാണ്. എന്നാൽ പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, ഇത്രയും ദിവസം എന്നെ നന്നായി നോക്കിയേ ആ പക്ഷികൾക്ക് ദ്രോഹം ചെയ്യാൻ എന്റെ മനസ്സ് സമ്മതിച്ചതേയില്ല. ഞാൻ ആ കല്ല് പോലെ സാധാരണ കല്ല് കണ്ടെത്തി അതാ നിനക്ക് തന്നത്. അത് കേട്ടതും ഗോൾഡിക്ക് ദേഷ്യം കണക്കില്ലാതെയായി. എന്നാൽ അതിന്റെ തൊണ്ടയിൽ ഇപ്പോൾ ഒരു കല്ലുണ്ട്. പാവം, അത് വേദനയിൽ പിടഞ്ഞു. കുറച്ചുനേരം നിലവിളിച്ച് കരഞ്ഞതിനു ശേഷം ഗോൾഡി അവിടെ തന്നെ ജീവൻ വെടിഞ്ഞു. അതിനുശേഷം ചുൻമുൻ മിട്ടുവിനെ കെട്ടിയിരുന്ന കയറഴിച്ചു. മറുവശത്ത് കാട്ടിലെ എല്ലാ മൃഗങ്ങളും കുളത്തിന്റെ അടുത്തേക്ക് എത്തി. കുളത്തിലെ വെള്ളത്തിനും ഇപ്പോൾ ചൂടായിരുന്നു. എല്ലാ മൃഗങ്ങളും തളർന്ന് അവിടെ തന്നെ വീണു. അപ്പോൾ എല്ലാ മൃഗങ്ങളും മിട്ടുവും ചുൻമുന്നും വരുന്നത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം മിട്ടു ആ കല്ലുകൊണ്ടുപോയി ആ പാറയിൽ വെച്ചു. കല്ലവിടെ വച്ചതും സൂര്യന്റെ രശ്മികൾ അതിൽ വീഴാൻ തുടങ്ങി. സൂര്യന്റെ പ്രകാശം ആ കല്ലിൽ പെട്ട ഉടനെ പെട്ടെന്ന് അവിടെയുള്ള കാലാവസ്ഥ മാറാനും തുടങ്ങി. ഇപ്പോൾ ആ സ്ഥലം എല്ലാവർക്കും വളരെ തണുപ്പുള്ളതായി തോന്നി.